ചോറ് ആണോ ചപ്പാത്തി ആണോ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ബെറ്റർ ഓപ്ഷൻ? ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ എല്ലാ കാർബോഹൈഡ്രേറ്റ്സും ഒരു പരിധി വരെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ചോറ് വളരെ മോശവും ചപ്പാത്തി വളരെ നല്ലതും അങ്ങനെ ഒരു രീതിയിൽ നമ്മളത് മനസ്സിലാക്കണതിൽ കാര്യമില്ല. മാത്രമല്ല ഇപ്പം ആരും സ്വന്തമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ള ഫ്ലോറ് സ്വന്തമായിട്ട് പോയി പൊടിക്കുന്ന സാഹചര്യമൊന്നുമില്ല. പല വിപണിയിലുള്ള പലതിൻ്റെ അകത്തും ഈ ടപ്പിയോക്കയുടെ സ്റ്റാർച്ചിൻ്റെയൊക്കെ പൊടികൾ അഡൾട്രേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇത് തമ്മിൽ വേറെ വലിയ വ്യത്യാസങ്ങൾ ഇല്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ റിഫൈൻഡ് വൈറ്റ് റൈസ് കഴിക്കുന്നത് പൊതുവേ മോശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടുതൽ ഹോൾ ഗ്രെയിൻ കണ്ടൻ്റ് ഉള്ളത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം മൈദ വെച്ചുണ്ടാക്കുന്നത് മോശമാണ്. വീറ്റ് കണ്ടൻ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. പക്ഷേ ഒരെണ്ണം വളരെ നല്ലതും ഒരെണ്ണം മോശം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരെണ്ണത്തിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം വലുതായിട്ടില്ല. പക്ഷേ അതിൻ്റെ അത് ഒരു ഗുണം എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഇപ്പോൾ ചോറ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരു തവി നമുക്ക് വേണമെങ്കിൽ കുത്തിയും എടുക്കാം, കുറച്ചും എടുക്കാം. ചപ്പാത്തിയിൽ കുറച്ച് പോർഷൻ കൺട്രോൾ കിട്ടാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. കാരണം ചപ്പാത്തി പെട്ടെന്ന് ദോശയുടെ സൈസ് ആവില്ല. ചപ്പാത്തി എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് സൈസാണ്. പക്ഷേ ചോറ് ഇപ്പോൾ ഒരാൾ 2 തവി ചോറ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന 2 തവിയും ഇറ്റ്സ് നോട്ട് ഈസി ടു സ്റ്റാൻഡേർഡൈസ്. പക്ഷെ ചപ്പാത്തിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ഒരു റീസണബിൾ പോകുന്ന കാലറിക്ക് ഒരു കൺട്രോൾ ഉണ്ടാവും. അല്ലാതെ ചോറിൽ നിന്ന് ചപ്പാത്തിയിലേക്ക് മാറിയത് കൊണ്ട് ഷുഗർ ഭയങ്കരമായിട്ട് നന്നാവുന്ന ഉള്ളൊരു വിശ്വാസം ഇല്ല. അങ്ങനെ ചെയ്യേണ്ട. എനിക്ക് ഐ ഫുള്ളി അഗ്രി വിത്ത് ദാറ്റ്. ഈ ചോറിന് നമ്മൾ ഇത് നോക്കിയാൽ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കിയാൽ ചപ്പാത്തിക്ക് വീറ്റിന് അറൗണ്ട് 65ഉം റൈസിന് 70-72 വരും. ഒരു 5% കൂടുതലേ ഉള്ളു. പക്ഷേ 2 കാര്യങ്ങൾ, ഇത് രണ്ടും ഞാൻ പറയുന്നു ക്വാണ്ടിറ്റി കുറയ്ക്കുക. ദാറ്റ് ഈസ് എ മെയിൻ തിങ്. സെക്കൻഡ് തിങ് ഈസ് ഇപ്പോൾ ഓരോരുത്തർ ഇതല്ലേ ചോറിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ ചോറ് വീട്ടിലുണ്ടാക്കും ക്വാണ്ടിറ്റിയുടെ, മറ്റാകുമ്പം ഇതിനു വേണ്ടി ഉണ്ടാക്കണം 2 ചപ്പാത്തി ഒരാൾ ഡയബറ്റിക് അയാൾക്ക് വേണ്ടി 2-3. അപ്പോൾ അതുകൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ചാൻസ് ആർ മോർ ഇത് ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി കൺട്രോളാണ്. ഇപ്പോൾ ഒരു ചെറിയ തവി റൈസ് 2 നേരം ഉച്ചയ്ക്കും രാത്രിയും കഴിച്ചാലും കുഴപ്പമില്ല. അതിന് പറഞ്ഞ് 2 ചപ്പാത്തി ഉച്ചയ്ക്കും രാത്രിയും കഴിച്ചാലും എല്ലാം ആൾമോസ്റ്റ് സെയിം ആയിട്ടേ വരൂ. അതിൻ്റെ ഉള്ള ചേരുവകളാണ് വരുന്നത്. അതിൻ്റെ കൂടെ എത്ര മാഡം പറഞ്ഞ കണക്ക് എത്ര പ്രോട്ടീൻ ചെല്ലുന്നു, എത്ര അവിയലുണ്ട്, എത്ര ഫിഷോ ചിക്കനോ, ഇതെല്ലാം കൂടെ ചേർന്ന് ചെല്ലുമ്പോൾ ഇത് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ അധികം ഈ ഡയറ്റിന് അധികം ഇമ്പോർട്ടൻസ് അല്ല രോഗിയുടെ പറയുന്നത്. ഞാൻ 2 കാര്യം പറയും. ഞാൻ ഈ ഡയറ്റ് ഷീറ്റ് ചിലയിടത്തെല്ലാം ഞാൻ ഡയറ്റ് ഷീറ്റ് കൊടുക്കും. നമ്മൾ എത്രയാണ്, ഞാൻ ഇത്ര 10-75 വയസ്സായി, ഇതുവരെ ഞാൻ ആഹാരം കഴിക്കാൻ നേരത്ത് എത്ര കലോറി ഉണ്ട്, എത്ര ഇതുണ്ടെന്ന് ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അവർക്ക് പറയുന്നത് വളരെ ഐ വോണ്ട് ഓൺലി റിസൾട്ട്. പ്രമേയ രോഗിയോട് പറയും, എനിക്ക് നിങ്ങളുടെ ഷുഗേഴ്സ് ഫാസ്റ്റിംഗ് 110 അടുപ്പിച്ച് വെക്കണം, ആഹാരം കഴിഞ്ഞുള്ള 160 അടുപ്പിച്ച് വെക്കണം, ഹീമോഗ്ലോബിൻ 6.5 അടുപ്പിച്ച് വെക്കണം. നിങ്ങൾ എന്ത് കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ 2, നിങ്ങളുടെ കൊളസ്ട്രോൾ നോർമലായിരിക്കണം. 3, നിങ്ങളുടെ വണ്ണം അക്സെപ്റ്റബിൾ ലിമിറ്റിലായിരിക്കണം. അപ്പോൾ ഈ അക്സെപ്റ്റബിൾ വണ്ണം, അക്സെപ്റ്റബിൾ കൊളസ്ട്രോൾ, വെരി ഗുഡ് ഡയബറ്റിക്, നിങ്ങൾ എന്ത് കഴിച്ചാലും എനിക്കില്ല. 3 നേരം ഐസ്ക്രീം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഈ ഉലുവയുടെ കാര്യം നേരത്തെ പറഞ്ഞ കണക്ക് ഉലുവ എല്ലാം കൊള്ളാമെന്ന് പറയും, അതിൽ ഫൈബറുണ്ട്. പക്ഷേ അറിയാവോ, സ്റ്റഡീസ് ഷോൺ ദാറ്റ് 100 ഗ്രാമെങ്കിലും ഉലുവ ഒരു ദിവസം ചെല്ലണം, എങ്കിലും ഇതുകൊണ്ട് ഈ ഗുണം കിട്ടുള്ളൂ. ഈ പറഞ്ഞ ഫൈബർ ഇവിടെ എത്ര പേര് എല്ലാവരും 1 സ്പൂൺ ഉലുവ കലക്കി ഇന്ന് ഉലുവ കഴിച്ചെന്ന് പറയും. അതിനുവേണ്ടി ഇന്ത്യൻ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൈദരാബാദിൽ, അത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഏതാ ഒരു ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, അവരെന്നിട്ട് ഇത് നടത്തി. അപ്പോൾ അതിനു വേണ്ടി അവരൊരു ഇതുണ്ടാക്കി, എങ്ങനെ ഈ 100 ഗ്രാം ഉലുവ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാം. അതിനൊരു സ്പെഷ്യൽ ചപ്പാത്തി എന്തോ ഒരു ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ആരും ഉണ്ടാക്കാറില്ല. അങ്ങനെയാണ് ഇതുണ്ട്. അതുകൊണ്ട് ഉലുവ കഴിക്കുന്ന നമുക്ക് മാനസികമായിട്ട് ഞാൻ ഉലുവ കഴിച്ചു അല്ല, അല്ലെങ്കിൽ 100 ഗ്രാം ചെല്ലണമെന്നാണ് ഈ സ്റ്റഡീസ് പറഞ്ഞത്. അത്ര അതെന്നെ പറഞ്ഞ അതാണ് ഈ നിങ്ങൾ റെഫറൻസ് എടുത്ത് നോക്കിയാൽ അറിയാം. ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ അതിനുവേണ്ടി ഉണ്ടാക്കി ഡയബക്സിയാട്ട എന്ന് പറഞ്ഞൊരു സാധനം, അതിന്റെ സ്റ്റഡിയൊക്കെ നടക്കുന്നുണ്ട്. അത് ഇതല്ലേ സ്റ്റഡി, ഇത് പണ്ട് നടത്തിയിട്ടുണ്ട്. അതിന് ചപ്പാത്തി ഉണ്ടായി. ഈ ചപ്പാത്തിയിൽ ആരും ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഇതിനകത്ത് സാറ് പറഞ്ഞ വളരെ നല്ലൊരു പോയിൻ്റ്, അതിൻ്റെ ഒരു ബിഗർ പോയിൻ്റ് ശരിക്കും മോഡേൺ മെഡിസിനിലുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പഠനങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഷുഗർ വാല്യൂ ഇത്രയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഇത്രയും മില്ലിഗ്രാം കൊടുത്താൽ ആ ഷുഗറിൽ, അല്ലെങ്കിൽ ഇൻസുലിൻ ഇത്രയും കൊടുത്താൽ ആ ഷുഗറിൽ എത്രത്തോളം വ്യതിയാനം വരുമെന്നുള്ളത് കൃത്യമായി നമുക്ക് ഏകദേശം നമുക്ക് സ്റ്റഡീസിലൂടെ അറിയാം. പക്ഷേ ഇതുപോലെയുള്ള ഉലുവ, അതുപോലെ തന്നെ കൈപ്പക്ക,
അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ അതൊക്കെ ഒരു ലാർജ് ലെവലിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ആൾക്കാർക്കുണ്ടെങ്കിലും എത്ര കഴിച്ചാൽ എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് അതൊരു മരുന്ന് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. പലപ്പോഴും എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള സാധനങ്ങൾ ആൾക്കാർ പലപ്പോഴും മരുന്ന് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നിങ്ങൾ ഇത്രയും ഈ ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ ഈ 200-ൽ നിൽക്കുന്ന നിങ്ങളുടെ ഷുഗർ 150-ലേക്ക് വരുമെന്നോ 100-ലേക്ക് വരുമെന്നോ അങ്ങനെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഇതെല്ലാം പൊതുവേ ഒന്നെങ്കിൽ അത് കൂടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും, അതുകൊണ്ട് വേറെ ദൂഷ്യഫലങ്ങളുണ്ടാകും, അല്ലെങ്കിൽ അത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിത് കഴിക്കുന്നു എന്നുള്ള ആശ്വാസത്തിൽ നമ്മൾ വേറെ കാര്യങ്ങൾ കഴിച്ച് ഷുഗർ നിയന്ത്രണമില്ലാതെയും പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും മോഡേൺ മെഡിസിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഔഷധം കൃത്യമായ രീതിയിൽ എടുത്താൽ എന്ത് റിസൾട്ട് കിട്ടുന്ന ഏകദേശം നമുക്ക് നല്ല രീതിയിൽ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള അത്രയും കോൺഫിഡൻസ് നമുക്ക് പഠനങ്ങളിലൂടെ നമുക്ക് ഓൾറെഡി ഉണ്ട്. മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയാം. കാരണം ഈ ഗോതമ്പ് മൈദയും ബേസിക്കലി ഒരു സാധനം തന്നെയാണ്. അതെ, ഒന്നിൻ്റെ അകത്ത് ഫൈബർ ഉണ്ട്, ഒന്നിൻ്റെ അകത്ത് ഫൈബർ ഇല്ല. മൈദയുള്ള സാധനങ്ങൾ കഴിക്കരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഫൈബർ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം അൾട്ടിമേറ്റ്ലി ഫൈബറാണ്. പിന്നെ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഒരുപാട് തരം അരിയുണ്ട്. ഇപ്പം പല പേരുണ്ട്. അയ്യാറെട്ട് എന്ന് പറഞ്ഞ അരിയുണ്ട്, ചുവന്ന അരിയുണ്ട്, അങ്ങനെ ഒത്തിരി ടൈപ്സ് അരിയുണ്ട്. ഇനി ആസാമിലാണെങ്കിൽ വേവിക്കേണ്ടാത്ത അരി വരെ ഉണ്ട്. അപ്പോൾ ഐഡിയൽ സിനാരിയോയിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വീറ്റാണെങ്കിലും പലതരമുണ്ട്. ദുരം വീറ്റ് എന്നൊക്കെ പറഞ്ഞ് വീറ്റുണ്ട്. പലതിൻ്റെയും ഡിഫറെൻ്റ് ആയിരിക്കും. പലതും പല ആൾക്കാരിലും ഏത് രീതിയിലുള്ള സ്പൈക്കാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും വ്യത്യാസമായിരിക്കും. പക്ഷെ ശരിക്കും നമുക്ക് വേണ്ടത് കൂടുതൽ പഠനങ്ങളാണ്. നമ്മുടെ നാട് ഒരു ജൈവ വൈദ്യുതിൻ്റെ കലവറയാണ്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ആരിലൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ തന്നെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേഷ്യൻസിനും നമ്മുടെ സമൂഹത്തിനും ഭയങ്കര ഇതായിരിക്കും. ബിക്കോസ് നമ്മളൊരു ട്രഷർ മൈൻഡിൻ്റെ പുറത്താണ്, ഒരു ഡയറ്ററി ട്രഷർ മൈൻഡിൻ്റെ പുറത്താണ് മലയാളികൾ ഇരിക്കുന്നത്. നോർത്ത് തൊട്ട് സൗത്ത് വരെ വിവിധയിനം നെല്ലുകളുണ്ട്, പൊക്കാളി പാടങ്ങളുണ്ട്. അപ്പം ഏതാണ് നമുക്ക് ഐഡിയൽ എന്നുള്ളത് നമ്മുടെ ഒരു ന്യൂട്രീഷനിസ്റ്റുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി സോ മച്ച് ബെനിഫിഷ്യൽ ഫോർ ഓൾ ഓഫ് അസ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായി. ഇപ്പം ഈ ഡയബറ്റിസ് വരുന്ന ആളുകൾക്ക് കുറേയൊക്കെ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്കറിയാം. ഡയബറ്റിസിന് മുന്നേ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ കേൾക്കുന്ന ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ്. ഒരാൾ പ്രീ ഡയബറ്റിക് അവസ്ഥയിലാണ്, അയാൾക്ക് ഡയബറ്റിസ് വരാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രീ ഡയബറ്റിക് സ്റ്റേജ് മോസ്റ്റ്ലി സിംറ്റമാറ്റിക് ആയിരിക്കില്ല. അപ്പോൾ ലോകാരോഗ്യ സംഘടനയും പല സംഘടനകളും പറയുന്നത് ഒരു 35 വയസ്സിന് ശേഷം ആളുകൾ വർഷത്തിലൊരിക്കലെങ്കിലും 3 month ആവറേജ് ഷുഗർ HbA1c ചെയ്ത് നോക്കണം. യൂഷ്വലി എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ OP ആൾക്കാർ വന്നിട്ട് പറയും, എനിക്കിതുവരെ ഷുഗർ ഇല്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ മാസം കൂടെ രാവിലെ നോക്കിയപ്പോൾ 89 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 3 month ആവറേജ് HbA1cക്ക് ഒരു കട്ട് ഓഫ് ഉണ്ട്. ഡയബറ്റിസ് ഇല്ലാത്ത ഒരാൾക്ക് <5.7, പ്രീ ഡയബറ്റിക് അപ് ടു 6.4. ഇനി ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ തന്നെ 6.5 to 7 ആ ഒരു റേഞ്ചിൽ നിൽക്കണം. ഇനി ഒരുപാട് പ്രായമുള്ളവരാണെങ്കിൽ നമ്മൾ 7 ഒരു കട്ട് ഓഫ് പിടിക്കില്ല. നമ്മൾ പറയും അദ്ദേഹത്തിന് ഏതാണോ നോർമൽ ഓൾമോസ്റ്റ് ഷുഗർ നിൽക്കുന്നത് വിത്തൗട്ട് ഹൈപ്പോഗ്ലൈസീമിക് സിംറ്റംസ്. ഷുഗർ നോർമൽ ആയിരിക്കണം, എന്നാൽ തീരെ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അതാണ് പ്രീ ഡയബറ്റീസിൻ്റെ ആ ഒരു കട്ട് ഓഫ് റേഞ്ച് വരുന്നത്. അപ്പോൾ സിംറ്റം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വരാൻ സാധ്യതയുള്ളവർ, ഇപ്പം അമിതവണ്ണമുള്ളവർ, ഷുഗറിന് പാരമ്പര്യമുള്ളവർ, ഗർഭാവസ്ഥയിൽ ഷുഗർ വന്നവർ, അല്ലെങ്കിൽ കൊച്ചിലെ തന്നെ വണ്ണമുള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, വാദസംബന്ധമായ രോഗങ്ങൾക്ക് സ്റ്റിറോയിഡ് കഴിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ഒരു 6 months കൂടുമ്പോൾ HbA1cയും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാത്ത, ഈ പറഞ്ഞ പോലെ വേറെ ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്ത, ദിവസത്തിൽ 2 ചായ മാത്രം പഞ്ചസാരയിട്ട് കുടിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ വർഷത്തിലൊരിക്കലും HbA1c ചെയ്ത് നോക്കണം. ഈ പ്രീ ഡയബറ്റിസ് ആകും. അൾട്ടിമേറ്റ്ലി പ്രീ ഡയബറ്റിസ് ആവാനുള്ള വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു അപ് ടു ഒരു 6 to 10 yearsആണ്. പക്ഷേ പ്രീ ഡയബറ്റിസിലെ ഡയറ്റ് കൺട്രോൾ തുടങ്ങിയാൽ നമുക്ക് ഗ്യാപ്പ് കൂട്ടാം. ഗ്യാപ്പെന്നല്ല ഒരു ഉദ്ദേശം. ഈ പ്രീ ഡയബറ്റീസിന് സിംറ്റം ഇല്ല, ബ്ലഡ് ഷുഗർ, ഈ ഹീമോഗ്ലോബിൻ A1c നോക്കണം. പക്ഷേ ഹീമോഗ്ലോബിൻ A1c മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഷുഗർ കൂടെ നോക്കണം. ബിക്കോസ് ഹീമോഗ്ലോബിൻ A1c ഒരു കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റാണ്, ഹയർ റിഫൈൻ ടെസ്റ്റാണ്. ഇവിടെ എല്ലാ ലാബുകാരും ചെയ്യും, 1500 രൂപ അവർ ചാർജ് ചെയ്യും. അതിൽ 50% തെറ്റായിരിക്കും. അത് പറയുന്നത് നിങ്ങൾ തന്നെ ഇന്ന് ഈ ഇവിടുത്തെ ഒരു ലാബിൽ കൊടുക്കുക, മറ്റൊരിടത്ത് വേറൊരു ലാബിൽ രണ്ട് റിസൾട്ട് വരും. ഒന്ന് പറയും 6.4, ഒന്ന് പറയും 5.2. ഇതിന് ടെക്നോളജി അതുകൊണ്ട് അതിന് മാത്രം ഒരു ടെസ്റ്റിൽ മാത്രം നമ്മൾ അതിൻ്റെ കൂടെ കറസ്പോണ്ടിങ് ബ്ലഡ് ഷുഗർ നോക്കണം. ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ് 100-ഉം 110-ഉം വരെ നോർമലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 126 ഡയബറ്റീസ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്. അതുപോലെ ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഷുഗർ ഗ്ലൂക്കോസ് കലക്കി കുടിച്ചെടുത്താൽ 140 വരെ പാടുള്ളൂ എന്നാണ് 2 hours. 200
കൂടിയ ഡയബറ്റിസ്. ആ 141 തൊട്ട് 199 വരെ പീരീഡ്. അത് ഇത് രണ്ടും പ്ലസ് ഹീമോഗ്ലോബിനാണ്. ഇത് മൂന്നിൽ 2 ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ഈ ഡയബറ്റീസും പ്രീ ഡയബറ്റീസും ഡയഗ്നോസ് ചെയ്യാൻ 2 പോസിറ്റീവ് തിങ്സ് ഔട്ട് ഓഫ് 3 ആണ് വേണ്ടത്. ഇതാണ് ഇത്. അതുകൊണ്ട് ഈ ലാബറട്ടറികളിലുള്ള വ്യത്യാസങ്ങളും ഓർമ്മ വേണം. ഇതിങ്ങനെ അതുകൊണ്ട് ഒരു റിസൾട്ട് കണ്ട് എടുത്ത് ചാടി തീരുമാനിക്കാൻ വേണ്ട. അതുപോലെ പിന്നെ ചോദിക്കും, അവർ വന്ന് ചോദിക്കും ഏത് ലാബിൽ ചെയ്യണം, നിങ്ങളുടെ ലാബ് മെഡിക്കൽ കോളേജ് ലാബിൽ ചെയ്യണം മറ്റേ ലാബ്. അപ്പം ഞാൻ പറയുന്ന മറുപടി എന്തെന്നറിയാമോ? വിശ്വാസം രക്ഷിക്കട്ടെ എന്നാണ്. നിങ്ങളുടെ ഏതെങ്കിലും ലാബിൽ അതുകൊണ്ട് ഏതെങ്കിലും ലാബ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നുണ്ടോ അവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ തന്നെ ചെയ്താൽ മതി. അല്ല അത് ചെയ്തോ ശരിയാണെന്നറിയാൻ വേറെ ഇതെടുത്ത് ചെയ്യാൻ പോകല്ലേ. രണ്ടിടത്ത് ചെയ്താൽ 2 റിപ്പോർട്ട് കിട്ടും. സോ ഒന്നിൽ വിശ്വസിച്ച് അത് ചെയ്തിട്ട് അവിടെ തന്നെ അങ്ങ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഫിലോസഫി. അല്ലാതെ ഈ ഓരോരുത്തർ വന്ന് ചോദിക്കും മറ്റിടത്ത് ചെയ്യണോ ഇത് ചെയ്യണോ. ഈ പ്രീ ഡയബറ്റിക് അവസ്ഥയ്ക്ക് സിംറ്റംസ് ഇല്ല. ഡയബറ്റീസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? അതെ, പ്രമേഹത്തിന് ഉള്ള സിംറ്റംസ് വരാറുണ്ട്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് വളരെ നോൺ സ്പെസിഫിക് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ അത് ടിക്ക് ചെയ്യാതെ പോകുന്നത്. കാരണം ക്ഷീണം വരാം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അവരുടെ വണ്ണം അവർ ശ്രമിക്കാതെ തന്നെ കുറയുന്ന സാഹചര്യം ഉണ്ടാവാം. ചിലർക്കാണെങ്കിൽ മൂത്രം കൂടുതൽ പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ ദാഹം, അമിതമായ ദാഹം. പക്ഷേ പലപ്പോഴും ഈ സിംറ്റംസ് ഒക്കെ വരുന്നത് പ്രമേഹം നല്ല രീതിയിൽ കൂടി നിൽക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാതെ പോയി ഫാസ്റ്റിംഗ് ഷുഗർ 300 കഴിച്ചു കഴിയുമ്പോൾ 450 ഒക്കെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന സിംറ്റംസ് എല്ലാം വരുന്നതും. അപ്പോഴാണ് ആൾക്കാർ പോയി ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പല ആൾക്കാരും ചിലപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വരുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാലും മൂത്രം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉറുമ്പ് വരുന്നത് കണ്ടു. ദാറ്റ്സ് എ വെരി കോമൺ വേ ആൾക്കാർ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമേഹത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ വരുന്ന സിംറ്റംസ് പലപ്പോഴും സിംറ്റംസ് ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ പലപ്പോഴും നമുക്ക് വേറെ കാരണങ്ങൾ കാരണമാണെന്ന് നമ്മൾ തള്ളിക്കളയുന്ന രീതിയിലുള്ള സിംറ്റംസാണ്. അതേസമയം ഇപ്പോൾ നമുക്ക് ഹൃദ്രോഗം വരുമ്പോൾ നമുക്ക് നെഞ്ചുവേദന വരുന്നു, നമുക്ക് പ്രശ്നമുണ്ടെന്നറിയാൻ നമ്മൾ നേരെ തന്നെ ആശുപത്രിയിൽ പോകുന്നു, അപ്പം തന്നെ കണ്ടുപിടിക്കുന്നു. ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ ഒരു സൈലൻറ്റ് കില്ലറാണ്. നമ്മുടെ അവയവങ്ങളുടെ പല അവയവങ്ങളെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണിനെ ബാധിക്കുന്നു, വൃക്കയെ ബാധിക്കുന്നു, ഹൃദയത്തിനെ ബാധിക്കുന്നു, കാലിലേക്കുള്ള നാഡികളെ ബാധിക്കുന്നു, രക്ത ഓട്ടത്തെ ബാധിക്കുന്നു. ഇതൊന്നും നമ്മൾ കണ്ടുപിടിക്കാതെ പോകുന്നു. ഏകദേശം ശരാശരി ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഏകദേശം 3-4 വർഷമായിട്ട് നമുക്ക് പ്രമേഹം ഉള്ള സാഹചര്യത്തിലാണ് പലപ്പോഴും കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. 3-4 ഇയേഴ്സ് നമുക്കിത് നടക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ മാഡം നേരത്തെ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കി നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയും ഈവൻ പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ വരെ 7% ആൾക്കാരുടെ കണ്ണുകൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമുക്ക് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സങ്കീർണതകൾ തടയാനായിട്ട് കുറേം കൂടി എളുപ്പമാണ്. അതാണല്ലോ റീസൺ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു പ്രമേഹ രോഗിയും പ്രമേഹം കാരണമല്ല മരിക്കുന്നത്. അവർ മരിക്കുന്നത് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഹൃദയാഘാതം കൊണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ അത് എത്ര നാൾ നമ്മുടെ ഷുഗർ അനിയന്ത്രിതമായി നിന്നു എന്നുള്ളതാണ് ശരിക്കും ഈ കോംപ്ലിക്കേഷൻസിലേക്ക് വഴിതെളിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കുകയും നേരത്തെ ചികിത്സിക്കുകയും നല്ല രീതിയിൽ അത് നിയന്ത്രണത്തിൽ നിർത്തുകയും ചെയ്താൽ ഈ സങ്കീർണതകൾ നമുക്ക് ഒഴിവാവാം. അതാണ് അതിൻ്റെ കാര്യം.